നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് പിടിക്കോ, സൂക്ഷിച്ച് നടക്കണ്ടേ, ഇത് റോഡല്ലേ. ഞാനിപ്പോ കണ്ടില്ലായിരുന്നെങ്കിലോ. എന്തുണ്ടാവാനാ മോളെ, ചത്തുപോവും അത്ര തന്നെ. എത്രയോ നായ്ക്കൾ വണ്ടിയിടിച്ച് ചാവുന്നു, അതുപോലെ ഈ കിളവനും. അങ്ങനെ നടക്കാതിരിക്കാനല്ലേ ഞാൻ വന്നത്. അല്ല, നിന്റെ പേരെന്താ മോളെ? പാർവതി. പാർവതി, സാക്ഷാൽ ശ്രീ പാർവതി ദേവിയുടെ പേര്. മുത്തശ്ശൻ എങ്ങോട്ട് പോവാൻ ഇറങ്ങിയതാ? ലക്ഷ്യമില്ലാത്ത യാത്രയാ കുഞ്ഞെ. അന്ധനായ എനിക്ക് മുന്നിലുള്ള വഴികളെല്ലാം ഇരുട്ടല്ലേ, കൃത്യമായി പോകാൻ ഒരിടവില്ല. അപ്പോ എവിടെന്നാ വരുന്നത്? ഞാൻ വരുന്നത് ഒരു വിശേഷപ്പെട്ട സ്ഥലത്തുനിന്നാ, സെൻട്രൽ ജയിലിൽ നിന്നാ. എന്റെ ദേവി, ഒരു കുറ്റവാളിയാണല്ലോ ഞാൻ രക്ഷിച്ചത്. എനിക്ക് പേടിയാവുന്നു എന്റെ ഉദയനൂരമ്മ. പക്ഷേ കണ്ടിട്ടൊരു കുറ്റവാളിയാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാഴ്ചയില്ലാത്ത ഈ പാവം എന്തു കുറ്റം ചെയ്തിട്ടുണ്ടാവുക? എന്നെപ്പോലെ ആരോരും ഇല്ലാത്തവർക്ക് ഉദയന്നൂരമ്മ മാത്രമാണ് തുണ. ഉദയനൂരമ്മയോ? മുത്തശ്ശനും ഉദയനൂരമ്മയുടെ മേലെ വിശ്വാസമുണ്ടോ? ഉദയനൂർ ദേവി എത്ര ശക്തിയുള്ളവളാന്നറിയോ? മുത്തശ്ശന്റെ സ്ഥലം ഉദയനൂരാണോ? അല്ല, ഉദയന്നൂരമ്മയെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. അല്ല, മോള് ഉദയന്നൂരിൽ നിന്നാണോ? ആ, ഞാൻ അവിടെയാ ജനിച്ചതും വളർന്നതും ഒക്കെ. എന്റെ നാട് ഉദയനൂര്. എന്റെ ഭർത്താവായ വിശാൽ സാറിന്റെ വീട് ഇവിടെ അടുത്താ. ഗോപിനാഥ് സാറിന്റെ മരുമോളാ ഞാൻ. അല്ല, ആരാന്നാ പറഞ്ഞത്? ഗായത്രി എന്ന് പേരുള്ള വലിയ വലിയ കമ്പനികളൊക്കെ ഇല്ലേ, അതിന്റെ ഉടമസ്ഥന്റെ ഭാര്യയാ ഞാൻ. അപ്പോ ഗായത്രി അമ്മയുടെ മരുമോളാണോ ഈ പാർവതി? അല്ല മോളെ പാർവതി, നിന്റെ ഭർത്താവിന്റെ അമ്മയുടെ പേരെന്താ? എന്റെ ഭർത്താവിന്റെ അമ്മയുടെ പേര് പ്രഭാവതി എന്നാ. എന്നാ അവര് വിശാൽ സാറിന്റെ വളർത്തമ്മയാ. യഥാർത്ഥ അമ്മയുടെ പേര് ഗായത്രി ദേവി. പാവം, മരിച്ചുപോയി. മുത്തശ്ശ, ഞങ്ങളുടെ കുലദൈവവും ഉദയനൂർ ദേവി തന്നെയാ. മുത്തശ്ശന് വിരോധമില്ലെങ്കിൽ എന്റെ ഒപ്പം പോയിരുന്നോ? ഞാൻ നല്ലപോലെ നോക്കിക്കോളാം. അത് വേണ്ട മോളെ. അങ്ങനെ പറഞ്ഞ പറ്റില്ല. മുത്തശ്ശൻ എന്റെ കൂടെ വന്നേ പറ്റൂ. മടിക്കണ്ട മുത്തശ്ശ, എന്റെ ഒപ്പം പോരൂ. എന്റെ ഭർത്താവ് നല്ല മനുഷ്യനാ, എതിരൊന്നും പറയില്ല. മടിച്ചു നിൽക്കാതെ വാ, നമുക്ക് പോവാം. കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവർക്കെതിരെ യുദ്ധം ചെയ്യാൻ അർജുനന് തേര് തെളിയിച്ച ഭഗവാൻ കൃഷ്ണനെ പോലെ എനിക്കൊരു തേരാളിയായി പാർവതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.